നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. താഴേക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ കുണ്ടൂർ ശാഖയിൽ നിന്നും മുക്കുപണ്ടം പണയം വെച്ച് 1,71,295 രൂപ തട്ടിയെടുത്ത കേസിൽ പുത്തഞ്ചിറ പൊരുമ്പുകുന്ന് സ്വദേശി മാടവന വീട്ടിൽ 49 വയസ്സുള്ള സൈജുവിനെ തൃശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. ബാങ്കിൽ പണയം വെക്കുന്ന സ്വർണം 3 മാസം കൂടുമ്പോൾ ഗോൾഡ് അപ്രൈസറെ കൊണ്ട് പരിശോധിപ്പിക്കാറുണ്ട്. ഇത്തരത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് സൈജു പണയം വെച്ചത് മുക്കുപണ്ടമാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ബാങ്ക് സെക്രട്ടറി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് സൈജു ഒളിവിൽ പോവുകയായിരുന്നു. സൈജു വീട്ടിലെത്തിയിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആളൂർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഷാജി മോൻ ബി, SI ജോർജ് KP, ഗ്രേഡ് SI മിനിമോൾ, സിവിൽ പോലീസ് ഓഫീസർമാർ അരുൺ, ഹിരാകൃഷ്ണൻ, നിഖിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. സ്കൂട്ടറിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് ആക്രമണം. സ്റ്റേഷൻ റൌഡിയെയും കൂട്ടാളികളെയും ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പഴുവിൽ ചിറക്കൽ സ്വദേശി പരേക്കാട്ടിൽ വീട്ടിൽ 23 വയസ്സുള്ള വിഷ്ണു എന്ന് വിളിക്കുന്ന വിഷ്ണു പ്രസാദ് മാള പോലീസ് സ്റ്റേഷനിൽ റൌഡി ലിസ്റ്റിലുള്ള പുത്തഞ്ചിറ പുളിയിലക്കുന്ന് സ്വദേശി നെടുമ്പുരയ്ക്കൽ വീട്ടിൽ 19 വയസ്സുള്ള മുഹമ്മദ് ഷാഫി എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കോണത്തുകുന്ന് ജനതാ കോർണറിൽ ആലുക്കത്തറ വീട്ടിൽ പ്രകാശന്റെ ചേട്ടന്റെ മകൻ ഷാൻ ഓടിച്ചു വന്നിരുന്ന കാർ പ്രകാശന്റെ വീട്ടിലേക്ക് കയറ്റിയിടുന്നതിനിടയിൽ പ്രതികൾ വന്നിരുന്ന സ്കൂട്ടറിന് സൈഡ് നൽകിയില്ലെന്ന കാരണത്താലാണ് തർക്കവും തുടർന്ന് ആക്രമണവും നടന്നത്. സ്ഥലത്ത് സംഘർഷാവസ്ഥ കണ്ട് നാട്ടുകാരിൽ ഒരാൾ അടിയന്തര പ്രതികരണ സംവിധാനത്തിൽ ബന്ധപ്പെട്ടതിനെ തുടർന്ന് ഉടൻ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും പ്രതികളെ നിയന്ത്രിക്കാൻ കഴിയാതെ കൂടുതൽ പോലീസ് എത്തിയാണ് ഇവരെ സ്ഥലത്തു നിന്നും നീക്കം ചെയ്തത്. സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റ് 3 പേർക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ 3 പേരെയും രക്ഷാകർത്താക്കൾക്കൊപ്പം വിട്ടയക്കുകയായിരുന്നു. ഇവർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കും. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജിനീഷ് KJ, SIമാരായ സോജൻ AK, കൃഷ്ണപ്രസാദ് MR, ദിനേഷ് കുമാർ PR, നാസർ KM, ഗ്രേഡ് SI സതീശൻ, മുഹമ്മദ് റാഷി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അർജുൻ, കമൽ കൃഷ്ണ, സുജിത് എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പൂമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തോടനുബന്ധിച്ച് നിർമ്മിച്ച ചിൽഡ്രൻസ് പാർക്ക് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS തമ്പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നവീകരിച്ച കോൺഫറൻസ് ഹാൾ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല അജയ് ഘോഷും വാട്ടർ ATM വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപും യൂട്ടിലിറ്റി സെന്റർ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിലും വനിതാ ഫിറ്റ്നസ് സെന്റർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കവിത സുരേഷും ഉദ്ഘാടനം ചെയ്തു. TB നിശ്ചയൻ പോഷൻ പരിപാടിയുടെ ഭാഗമായി TB രോഗികൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി ആദ്യമായി ആരംഭിച്ച പഞ്ചായത്തിനുള്ള ദേശീയ തലത്തിൽ ലഭിച്ച സർട്ടിഫിക്കറ്റ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS തമ്പി ഏറ്റുവാങ്ങി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സന്തോഷ്, ഹൃദ്യ, അജേഷ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി P. ജയ, പൂമംഗലം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KS സന്തോഷ് എന്നിവർ പങ്കെടുത്തു. വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. വന്നപ്പോഴത്തേക്ക് വലിയൊരു ഏരിയയും ഒരുപാട് പദ്ധതികളും നല്ലൊരു സംവിധാനമായിട്ടാണ് പ്രാഥമികമായിട്ട് തന്നെ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായത്. ഇന്നത്തെ ദിവസം എല്ലാ ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതികളും ചേർന്നിട്ട് ഒത്തൊരുമിച്ചാണ് ഉദ്ഘാടനം ചെയ്തത്. നവീകരിച്ച കോൺഫറൻസ് ഹാൾ, ഈ കോൺഫറൻസ് ഹാളിൽ തന്നെ ഉദ്ഘാടനം ചെയ്ത് ആദ്യമായി തന്നെ ഈ പ്രോഗ്രാമും നടക്കുകയുണ്ടായി. ചിൽഡ്രൻസ് പാർക്കും ഉദ്ഘാടനം ചെയ്തു. ചിൽഡ്രൻസ് പാർക്ക് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാവർക്കും ഒന്ന് ഇരുന്ന്, ഇപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്നവർക്കായാലും അല്ലാത്തവർക്കായാലും ഒന്ന് ഇരുന്ന്, വരുന്ന കുട്ടികൾക്കായാലും കളിക്കാനുള്ള സൗകര്യമായിട്ടുള്ള നല്ലൊരു പാർക്കാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിലെ ചെയർസ് ആയാലും മറ്റും കാണുമ്പോൾ തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള, ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഫിറ്റ്നസ് സെൻറ്റർ എല്ലാം ഒരു സ്ഥാപനത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കൂടാതെ തന്നെ നല്ലൊരു സന്ദേശം നൽകുന്ന ഒരു കാര്യങ്ങളും കൂടെയാണ്. ഫിറ്റ്നസ് സെൻ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ വരുന്നതിനേക്കാളും മുമ്പേ തന്നെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാമെന്നുള്ളൊരു സന്ദേശം ഒരു ഹോസ്പിറ്റലിൽ തന്നെ കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഈ സ്ഥാപനം തുടങ്ങുന്നത്. എപ്പോഴും ഒരു വ്യായാമത്തിൻ്റെ ഒരു പ്രാധാന്യം കൂടെ ഇതിലൂടെ പറയുകയാണ്.
പിന്നെ മാനസിക ഉല്ലാസവും എല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മൾ പാർക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇരിങ്ങാലക്കുടയുടെ ചരിത്രവും കലകളും സമരങ്ങളും വ്യക്തികളും ആഘോഷങ്ങളും വ്യവസായങ്ങളും സൗഹൃദങ്ങളുമെല്ലാം പ്രമേയമാക്കി സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്ന അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ രചിച്ച മുക്കുടിപുരത്തെ വിശേഷങ്ങൾ ജസ്റ്റിസ് വി ജി അരുൺ കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാറിന് നൽകി പ്രകാശനം ചെയ്തു. ഗായത്രി ഹാളിൽ നടന്ന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വീഡിയോ സന്ദേശത്തിലൂടെ ഉദ്ഘാടനം ചെയ്തു. കവിയും എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. വി എസ് വസന്തൻ, എൻ കെ ഉദയപ്രകാശ്, എം കെ അനിയൻ, അഡ്വക്കേറ്റ് കെ ജെ ജോൺസൺ എന്നിവർ ആശംസകൾ നേർന്നു. അഡ്വക്കേറ്റ് വിശ്വജിത്ത് തമ്പാൻ സ്വാഗതവും റഷീദ് കാറളം നന്ദിയും പറഞ്ഞു. തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പുസ്തക പബ്ലിക്കേഷൻസ് ആണ് എഴുത്തുകാരന്റെ ജന്മദേശത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന മുക്കുടിപുരത്തെ വിശേഷങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മുഖ്യാതിഥി എന്ന വിശേഷണം നോട്ടീസിലുണ്ടെങ്കിലും ഒരു ബന്ധു, വിശ്വജിത്ത് പറഞ്ഞതുപോലെ ബന്ധു, കുറഞ്ഞ പക്ഷം ഒരു സുഹൃത്ത്, എല്ലാത്തിനും ഉപരി മുക്കുടിപുരത്തെ വിശേഷങ്ങളുടെ ഒരു സ്ഥിരം വായനക്കാരൻ, ആസ്വാദകൻ എന്ന നിലയ്ക്കാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ വിശ്വജിത്ത് പറഞ്ഞു രാജേഷിൻ്റെ കഥ പറയാനുള്ള കഴിവിനെക്കുറിച്ച്. ഈ കഥ പറയാനുള്ള കഴിവ് ഈ കുടുംബത്തിന് മറ്റു പലർക്കും ഉണ്ട് എന്ന് നേരിട്ട് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. ആ കഴിവിൻ്റെ ഒരു പ്രതിഫലനമാണ് മനോദർപ്പണത്തിലെ മായാക്കമുദ്രകൾ എന്ന ശ്രീമതി മീനാക്ഷി തമ്പാൻ്റെ ആത്മകഥാംശം ഉൾക്കൊള്ളുന്ന കഥകൾ. കഴിക്കുന്നതിനെ കുറിച്ചാണ്. കഴുകി വൃത്തിയാക്കിയ പ്ലേറ്റ് തിളച്ച വെള്ളമൊഴിച്ച് ഒന്നുകൂടി കഴുകി അതിലേക്ക് പകർന്നു കിട്ടുന്ന വെണ്ണ പോലെ വെന്ത ചെണ്ടമുറിയൻ കപ്പ, കാന്താരി മുതൽ അല്പം പുളിയും ഇഞ്ചിയും പാകത്തിന് ഉപ്പ് ചേർത്ത് പച്ച വെളിച്ചെണ്ണയിൽ ചതച്ചുണ്ടാക്കുന്ന ചമ്മന്തിയും മുക്കി നാക്കിലേക്ക് തൊടുമ്പോൾ ഉറവ പൊട്ടി ഉമിനീർ വയറു നിറയെ കഴിക്കും. ഇത് വായിക്കുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്ര കാര്യം മാത്രം പ്രസക്തമായി ഇത്ര തെളിമയോടെ ഇത് അവതരിപ്പിക്കാൻ കഴിയും. ഇത് തന്നെയാണ് മുക്കുടിപുരത്തെ വിശേഷങ്ങളിൽ പൂർണ്ണമായും നമ്മൾ കാണുന്നത്. പുല്ലൂർ മിഷൻ ആശുപത്രിക്ക് സമീപം ഉരിയച്ചിറയോട് ചേർന്ന് മലിനജലം തള്ളിയതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മലിനജലം തള്ളിയതെന്ന് കരുതുന്നു. തിരക്കേറിയ ഇരിങ്ങാലക്കുട ചാലക്കുടി റോഡിലാണ് മലിനജലം കെട്ടിക്കിടക്കുന്നത്. ദുസ്സഹമായ ദുർഗന്ധമാണ് വഴിയാത്രക്കാരും സമീപത്തെ വ്യാപാരികളും അനുഭവിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പുല്ലൂർ അവിട്ടത്തൂർ തൊമ്മാന യൂണിറ്റ് പ്രസിഡന്റ് ബൈജു മുക്കുളം, സെക്രട്ടറി ബെന്നി അമ്പഴക്കാടൻ, ട്രഷറർ ഷിബു കാച്ചപ്പള്ളി എന്നിവർ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് പോലീസിലും ആരോഗ്യ വിഭാഗത്തിലും പരാതി നൽകിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം സംഘടിപ്പിച്ച ടെക്നിക്കൽ കോൺക്ലേവ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജർ ഫാദർ ജോയ് പിണിക്കപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നും കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്കായി റോബോട്ടിക്സ് എക്സിബിഷൻ കോൺക്ലേവിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. പഠിക്കുന്നത് മാത്രമല്ല, നമ്മൾ സമൂഹത്തിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പുള്ള നമ്മളൊരു ഷേപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ആ ഒരു കോളേജിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ. പ്രധാനമായിട്ടും ഇപ്പൊ ആ ഒരു ഫൈനൽ ഇയർ ആ ഒരു സമയത്താകുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ജോബും മറ്റു കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ ആ ഒരു സമയത്താണ് ഇതിനെക്കുറിച്ച് ബാക്കി എങ്ങനെയാണ് ഇനിയിപ്പം ജോബ് അതുപോലെ കരിയർ അതിനെ കുറിച്ച്. പക്ഷെ അതിനു മുമ്പൊക്കെ നമ്മൾ പരമാവധി ഇതുപോലത്തെ പ്രോഗ്രാംസ് അതുപോലത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് നമ്മളൊരു കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു ടെക് ഫെസ്റ്റിൽ പ്രധാനമായിട്ടും നമ്മുടെ റോബോട്ടിക്സ് അതുപോലത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുപോലത്തെ കോമ്പറ്റീഷൻസും പ്രസന്റേഷൻസും സെമിനാർസും നടക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് എപ്പോഴും റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ. ഉള്ളപ്പം നമുക്ക് ഒരുപാട് ഇഷ്യൂസിന് സൊല്യൂഷൻ കാണാനും അങ്ങനത്തെ ഒരു നല്ലൊരു ഇതായിട്ട് കുട്ടികൾക്കായാലും സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്കായാലും ഇത് ചെയ്യാൻ ഒരു യൂസ്ഫുൾ ആവും എന്നുള്ളത് ഉറപ്പാണ്. കോളേജൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് കുറേ റിസർച്ച് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഒരുപാട് പ്രൊജക്ട്സ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ ആക്ച്വലി ആ ഒരു സമയത്താണ് കൂടുതലായിട്ട് നമ്മൾ അതിലോട്ട് എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്നത് കോളേജസും അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും. പിന്നെ ഓരോ ജോബിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും മനസ്സിലാവുക നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴായിരിക്കും ഒരുപാട് വലിയ വലിയ കാര്യങ്ങളായിരിക്കും.
ലയൺസ് ക്ലബ് ഓഫ് ഇരിങ്ങാലക്കുട ടൗണിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരുന്ന ഓണം സ്നേഹസ്പർശം പദ്ധതിയുടെ സമാപന സമ്മേളനം ഇരിങ്ങാലക്കുട സാന്ത്വൻ സദനിൽ മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് സോണി സേവ്യർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സോൺ ചെയർമാൻ ഹാരിഷ് പോൾ, ഡയസ് കരാത്രക്കാരൻ ജിത്തു ആലങ്ങാടൻ, ടിനു, ബിജു സിസി എന്നിവർ ആശംസകൾ നേർന്നു. ക്ലബ് സെക്രട്ടറി ഷാജു പാറേക്കാടൻ സ്വാഗതവും സിസ്റ്റർ സോണി നന്ദിയും പറഞ്ഞു. ലയൺസ് ക്ലബിൽ അംഗങ്ങളാകുന്ന ആളുകൾ പലപ്പോഴും നമ്മുടെ ഒരു ഇന്റർനാഷണൽ സംഘടനയിലെ അംഗമാണ് എന്നുള്ള നിലയിൽ ഒരു പ്രൗഢോടുകൂടി തന്നെയാണ് ആ ഓർഗനൈസേഷൻ എടുക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ ലയൺസ് ക്ലബ് എപ്പോഴും മുമ്പത്തിൽ നിൽക്കാറുണ്ട്. അത് സമൂഹത്തിൽ ഏത് തരത്തിൽപ്പെട്ട ആളുകൾ അത് ഉദ്യോഗസ്ഥത്തിലാകട്ടെ സാമ്പത്തിക ബന്ധത്തിലാകട്ടെ ഏത് നിൽക്കുന്ന ആളുകളായാലും ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.